നിങ്ങളുടെ വീഡിയോയിൽ ഇതുപോലെയൊക്കെ ആനിമേറ്റഡ് ആയിട്ടുള്ള മലയാളം ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഗംഭീരമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വിവിധ വർണ്ണങ്ങളിലും വിവിധ രൂപങ്ങളിലും ആനിമേറ്റഡ് ആയിട്ടുള്ള മലയാളം വാക്കുകൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്ലേ സ്റ്റോറിൽ 4.7 റേറ്റിംഗ് ഉണ്ട്. അത്രയും മികച്ചൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴേക്ക് പോയാൽ ആപ്പ് ലിങ്ക് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ഗാലറി പെർമിഷൻ കൊടുക്കണം. അത് അലോ കൊടുത്താൽ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി സി ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മുഴുവൻ വീഡിയോയും കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഗാലറിയിൽ നിന്നാണ് എടുക്കേണ്ടതെങ്കിൽ ഗാലറിയിൽ നിന്നും എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണിൽ മലയാളം കീബോർഡ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് മലയാളത്തിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു വാക്ക് ടൈപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾ സ്ക്രീനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ എത്ര സെക്കൻഡ് വീഡിയോയിൽ ടെക്സ്റ്റ് കാണിക്കണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെ പല ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇനി ഞാൻ ടെക്സ്റ്റ് ഒന്ന് ബോൾഡ് ആക്കുകയാണ്. ബോൾഡ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് ഒരു ലൈന് മാറി 2 ലൈൻ ആയിട്ടുണ്ട്. അതായത് അതിൽ കൊള്ളാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ബ്ലൂ ലൈന് പിടിച്ച് വലിച്ചാൽ അത് ഒറ്റ ലൈൻ ആകുന്നതാണ്. ഇതുപോലെ ഒരുപാട് ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. കളറിൻ്റെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിരവധി കളറുണ്ട്. നമുക്ക് കളർ എടുക്കാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ ടെക്സ്റ്റ് കൃത്യമായിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലെയറുകൾ കൊടുക്കാം. വിവിധ വർണ്ണങ്ങളിൽ ലെയർ കൊടുക്കാം. ഒരേ ടെക്സ്റ്റ് തന്നെ കോപ്പി ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഇത് ആനിമേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആനിമേഷൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാം വിവിധ രൂപത്തിൽ നമുക്ക് ടെക്സ്റ്റ് വരുന്ന രീതിയിലാക്കാം. അപ്പോൾ ഇത്ര സെക്കൻഡിന് ഇന്ന രൂപത്തിലേക്ക് മാറണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഇനി ഒരേ ലെങ്ത്തിൽ ഒറ്റ ആനിമേഷൻ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മതിയെങ്കിൽ അധികം എഡിറ്റിംഗ് ഒന്നും അറിയണമെന്നില്ല. ഇനി ടെക്സ്റ്റിന് ഒരു സ്ട്രിപ്പ് പോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ഏത് നിറം വേണമെങ്കിലും ടെക്സ്റ്റിൻ്റെ പിറകിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ 3D ഉണ്ട്. നമുക്ക് 3D സ്റ്റൈലിൽ കാണിക്കണമെങ്കിൽ എങ്ങോട്ട് ചെരിഞ്ഞിരിക്കണം, എങ്ങോട്ട് വളഞ്ഞിരിക്കണം, നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുക. വളരെ സിമ്പിളായിട്ട് മതിയെങ്കിൽ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് PNG ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ ഞാനിപ്പോൾ ഇമേജിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് വിഷു ആശംസൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ് ഇത്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത PNG ടെക്സ്റ്റുകൾ, മനോഹരമായ ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും ഇതിൽ മനോഹരമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആനിമേഷൻ കൊടുത്തിട്ട് എങ്ങനെ വീഡിയോയിൽ വരണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ളത് തന്നെ GIF ഫയൽ ഉണ്ടല്ലോ, അതൊക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനനുസരിച്ച് വെച്ചിട്ട് മനോഹരമായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് മനോഹരമായിട്ട് മലയാളം ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇനി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ ബട്ടൺ വലതുഭാഗത്തുണ്ട്. ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏത് റെസൊല്യൂഷനാണ് വേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് സേവ് കൊടുത്താൽ ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻട്രോയിൽ കാണിച്ചതുപോലെ വിപുലമായിട്ടൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷൻ്റെയും ഗൂഗിളിൻ്റെയും ഒക്കെ സഹായം തേടേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ആനിമേഷൻ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.